ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രാവിലെ കേട്ടോ, അതാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വെണ്ടയ്ക്ക മസാലയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കണക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വെണ്ടയ്ക്ക, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഒരു 2 എണ്ണം, പച്ചമുളകും 2 എണ്ണം അരിഞ്ഞ് വെച്ചു, പിന്നെ ഒരു വലിയ സവാള, പിന്നെ നമ്മൾ മുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചതാണ് പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, കടുക്, എണ്ണ. ഇത്രയും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കണം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ സവാള അരിഞ്ഞിട്ടിരിക്കുന്ന ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ. സവാള വഴന്നു വന്ന ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ വെണ്ടയ്ക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ റൗണ്ടിനാണ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക് ഒരു 3 മിനിറ്റ് വെന്താൽ മതി. മൂടി വെച്ചാൽ 3 മിനിറ്റ് വെന്താൽ മതി. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലും ഓളും കൊടുക്കണം. അപ്പോൾ ഇതാ നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു.